മഞ്ചരിയും അരുണും തമ്മിൽ ഒരു പൊരിഞ്ഞ അടിയാണെന്ന് നടക്കുന്നത്. പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു അടിയാണെന്ന് നടക്കുന്നത്. അത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണവ് റൂള് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആണുങ്ങളുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളുടെ വീട്ടിലോട്ട് ചാടി. അതിന്റെ പേരിൽ ഒരു വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമണ്ടം വഴക്കാണ്. ഞാൻ ഇന്നലെയും മെനിങ്ങാന്നൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്. ബിഗ് ബോസിന്റെ ടീം മാറിയത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കൂല ഇനി നമ്മൾ കാണുന്ന വേറെ ആംഗിളിൽ നിന്നായിരിക്കുമെന്ന്. ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ ഇപ്പൊ കാണാനേ ഇല്ല. സൗന്ദര്യ, പിന്നെ മുത്തു, ജാക്ലിൻ, ഇവരുടെയൊക്കെ സ്പേസുകൾ കുറഞ്ഞു. അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ആ സാധനങ്ങൾ പുറത്തു വരുന്നില്ല. നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ അറിയാം. അതേസമയം താന്ന് നിന്ന ആൾക്കാരെല്ലാം കയറി നല്ല രീതിക്ക് മുന്നോട്ട് വരുന്നുമുണ്ട്. അവർക്കാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് ഇപ്പോൾ പുതിയ ടീം കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. അതെന്തോ ആവട്ടെ. പിന്നെ റാണവിന്റെ ഒരു വളരെ മോശം പ്ലേ എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലവ് ട്രാക്ക് പിടിച്ചുകൊണ്ട് പവിത്രയുടെ പിറകെ നടക്കുന്നുണ്ട്. പക്ഷെ പവിത്രയ്ക്ക് ഇത് ഇഷ്ടമേ അല്ല, അൺകംഫർട്ടബിൾ ആണെന്ന് പവിത്രയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തമിഴകത്തിൽ അവിടെ ഈ പറയുന്ന റാണവിന് റെഡ് കാർഡ് കൊടുക്കാൻ ഉള്ള വേലയൊക്കെ റാണവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണം. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 1 hour എപ്പിസോഡേ കാണലുള്ളൂ. ലൈവ് കാണുന്നവർ പറയണം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. ഇപ്പൊ റാണവ് തുടക്കത്തിലൊക്കെ നല്ലൊരു ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പവിത്രയ്ക്ക് ഒട്ടും താല്പര്യമില്ലാതെ പവിത്രയുടെ പിറകെ ഫണ്ണെന്നും പറഞ്ഞാണ് റാണവ് നടക്കുന്നത്. പക്ഷെ സാധനം ട്രാക്ക് പിടിക്കുക എന്നുള്ളതാണ്, അത് ഫേക്കുമാണ്. പിന്നെ നോമിനേഷൻ ഫ്രീ ടാസ്ക് വന്നു. ഡെയിലി ടാസ്ക് 1 വന്നതിൽ ആണുങ്ങളാണ് ജയിച്ചത്. ഒരു അടിപൊളി ടാസ്ക് കേട്ടോ, ഒരു അടിപൊളി ടാസ്ക് ആണ് കൊടുത്തത്. പിന്നെ സാജനയുടെ പിടിവാശി, കുറേ കാര്യങ്ങൾ സാജനയുടെ സ്വന്തമായിട്ടുള്ള അലറലും വിളിയും അതിനെയെല്ലാം ഗേൾസ് ചൂണ്ടിക്കാണിച്ച് നീ ആ ചെയ്യുന്നതെന്ന് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ശരിയാക്കാൻ നോക്കിയിട്ടും ഉണ്ടെന്ന്. പിന്നെ ക്യാപ്റ്റൻ മഞ്ചരിക്കും കഴിഞ്ഞ ആഴ്ച നമ്മുടെ അരുൺ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ അരുണിന് 5 സ്ട്രിങ് കൊടുത്തിട്ട് ഈ 5 സ്ട്രിങ് പോയി കഴിഞ്ഞാൽ പവർ പോവും എന്ന് പറഞ്ഞ പോലെ തന്നെ മഞ്ചരിക്ക് 3 ബാഡ്ജ് കൊടുത്തിട്ട് പവർ പോവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഉപരിയായിട്ട് വീക്കിലി ടാസ്ക് വന്നു. ബി ബി റോയൽ ഫാമിലി ഒരു രാജകുടുംബമാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ മലയാളം ബിഗ് ബോസിലൊന്നും രാജകുടുംബം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ രാജകുടുംബം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് വേറെ ഒരു ലെവലാണ്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 44 നവംബർ 19 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ കാണിക്കുന്നത് ഇന്നലെ രാത്രിയാണ്. രാത്രി തർഷികയ്ക്ക് ഓൾറെഡി വിശാലിനടുത്തൊരു ക്രഷും ഇതൊക്കെ വന്നല്ലോ. ആ കാര്യം തർഷിക വിശാലിനടുത്ത് തുറന്ന് പറയുന്നുണ്ട്. ആ ഒരു ടാസ്കും കൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ മൈൻഡിൽ എന്തോ ഉണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ വിശാല് പറയണേ, എനിക്കിവിടെ നിന്നെ ഇഷ്ടപ്പെടാതെ നീ പറഞ്ഞ നിൻ്റെ ഫീലിങ്സിനെ ഞാൻ മാനിക്കുന്നുണ്ട്, അതിനെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നുമില്ല. പക്ഷേ എനിക്കൊരു ഫ്രണ്ട് പോലെയാണ്, നീ വളരെ ക്ലോസ് ആണ്, ഞാൻ നീയോട് വളരെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, കംഫർട്ടബിൾ ആണ് എനിക്ക്. നീ ഈ കാര്യം ജാക്ലിനോട് പറഞ്ഞോ എന്ന് ചോദിക്കണം. ഇല്ല, ഞാൻ ജാക്ലിനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ജാക്ലിൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തേർഡ് പേഴ്സൺ ആണ് എന്ന് ആര് പറയുന്നുണ്ട്? വിശാല് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തർഷിക ഈ കാര്യം ആദ്യം പറയുന്നത് ജാക്ലിൻ്റെ അടുത്താണ്. വിശാലിൻ്റെ അടുത്തൊരു ക്രഷ് ഉണ്ടെന്നുള്ള കാര്യം ജാക്ലിൻ്റെ അടുത്താണ് ആദ്യം തർഷിക പറയുന്നത്. എന്നിട്ട് തർഷിക ഇന്നിപ്പോൾ വിശാല് ചോദിച്ചപ്പം അല്ല, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് തർഷിക പറയണേ, എനിക്ക് അറിഞ്ഞുകൂടടാ എന്താണ് നിൻ്റെ അടുത്തുള്ള ഫീൽ എന്ന്. അതാണ് ഞാൻ വന്ന് നേരിട്ട് നിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത്. അപ്പോൾ വിശാല്, ഫീലിംഗ് വെച്ച് ഒരിക്കലും ഞാൻ കളിക്കൂലടാ, ഞാനും ഈ ഫീലിങ്സ് വെച്ചിട്ട്, അതായത് ഫേക്ക് ഡ്രാമ കളിക്കാൻ ഞാനും ഇല്ല എന്നുള്ള ഒരു ലെവലാണ് വിശാലും പറയുന്നത്. ഓക്കെ, ആ സീൻ കട്ടാവുന്നു. പക്ഷെ ആ സീന് കൊണ്ട് തർഷികയ്ക്ക് നല്ല നെഗറ്റീവാണ്. കാരണം തർഷിക ജാക്ലിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു, അതൊരു നെഗറ്റീവാണ്. അത് സത്യം പറഞ്ഞാൽ തർഷിക അത് പറഞ്ഞ എന്തിനാണ്? ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നീ അയാളോട് മറ്റേ കാര്യം പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടം പോകാതിരിക്കാൻ വേണ്ടി ഇല്ല ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറയുന്ന കണക്ക് തർഷിക അബദ്ധവശാൽ പറഞ്ഞു പോയി, നാക്കിന്നങ്ങ് വന്നു പോയില്ല ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇവക്ക് തന്നെ വിനയാവും, തർഷികയ്ക്ക് തന്നെ ചിലപ്പോൾ എവിക്റ്റ് ആവാൻ വരെ ചാൻസ് ഉണ്ട് ഈ ഒരൊറ്റ ഡയലോഗിൽ. അത്രമാത്രം നമ്മൾ ബിഗ് ബോസ് നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. അടുത്ത പിറ്റേന്ന് നേരം വെളുക്കുന്നു, മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവരവരുടെ ഗെയിം പറയുക എന്നുള്ളതാണ്. ഇത്രയും ദിവസം എന്താണ് ചെയ്യുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി കൈ വെക്കുകയാണെങ്കിൽ പോയിരിക്കാം, അതാണ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയിരിക്കാം എന്നുള്ളതാണ്. വേറെ വലിയ മാറ്റങ്ങളൊന്നും അതിനകത്തൊന്നും വരുന്നില്ല. അതിനുശേഷമാണ് ഈ പവിത്രയുടെ പിന്നാലെ റാണവും നടക്കുന്നുണ്ട്. രാവിലെ തന്നെ ഒരു പഴത്തൊലിയുടെ ഇതൊക്കെ വെച്ച് അതിനകത്തൊരു പൂവൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. ബൊക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ റാണവ് നോക്കുന്നുണ്ട്. അത് ലവ് ട്രാക്ക് പിടിക്കാൻ റാണവ് നോക്കുന്നതിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ബിഗ് ബോസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഓൾ ഓഫ് ദ എലമെന്റ്സ്. പക്ഷേ
ഇതിനകത്ത് റാണവ് ലവ് ട്രാക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി കാണുന്നത് നമുക്ക് മനസ്സിലാവും ഫേക്കിന് വേണ്ടിയിട്ടാണെന്ന്. ഫേക്ക് ആണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഈ റാണവ് ഈ പറയുന്ന ഈ ലവ് ട്രാക്ക് പിടിക്കുന്നത്. അത് ഇത് കാണുമ്പോൾ അത് പവിത്ര ഒരുമാതിരി തന്നെ ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഒരു പുച്ഛ മൈൻഡിലാണ് പവിത്ര ഇരിക്കുന്നത്. പിന്നെ പവിത്രയുടെ ഒരു സ്വഭാവം വെച്ച് പവിത്ര നല്ലപോലെ നമുക്കറിയാം, പവിത്ര റിയാക്ട് ചെയ്യും, പക്ഷെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് പവിത്ര മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇവളുടെ പിറകെ നടക്കുന്നു, വാ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് അവർ പാടും, നമുക്ക് 2 സ്റ്റെപ്പ് ചുവട് ഡാൻസ് കളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ റാണവ് ഭയങ്കര ഫണ്ണായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഫണ്ണായിട്ട് ഈ കാണിക്കുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് പവിത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശാല് പാട്ട് പാടുകയാണ്, റാണവ് പവിത്രയെ പ്രണയിക്കുമ്പോൾ പവിത്ര അവനെ അടിച്ചോട്ടേക്കുന്നു, അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ പവിത്ര എന്നെ വെച്ച് ദൈവം കരുതി പാടരുത്, ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് വിശാലെ, ദൈവം കരുതി എന്നെ വെച്ച് പാടും, നീ അവനെ വല്ലതും ഉണ്ടെങ്കിൽ അവനെ വെച്ച് പാടും, എന്നെ വെച്ച് ദൈവം കരുതി പാടരുത്, അത്രയും ഞാൻ പറഞ്ഞു. പവിത്രയ്ക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവണം. പക്ഷെ പവിത്ര തുറന്ന് കൺവേ ചെയ്യുന്നില്ല റാണവിൻ്റെ അടുത്ത്, എടാ നീ കാണിക്കുന്നതൊക്കെ ഇത്തിരി കൂടുതലാണ്, ഇത്തിരി ഓവറാണ് എന്നത് പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ജെഫ്രിക്ക് കിച്ചൺ ഡ്യൂട്ടി ആണല്ലോ. അപ്പോൾ കിച്ചണിൽ നിന്ന് ജെഫ്രി എന്ത് ചെയ്യുന്നു, തിരിച്ച് വീണ്ടും ആണുങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നു. പോയിട്ട് പെർമിഷൻ ചോദിക്കാതെ തിരിച്ച് വരുന്നു. അപ്പോഴത്തേക്കും സാജന കാണുന്നു, എന്താണത്, റൂള് ബ്രേക്ക് ചെയ്ത് അല്ല അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വീണ്ടും ടാസ്ക് ചെയ്യാതെ ഇങ്ങനെ ഇപ്പുറത്ത് കയറാൻ പറ്റി എന്നൊക്കെ ഒന്ന് ടാസ്ക് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ മഞ്ജരി ഫുൾ കറങ്ങി നടന്ന് ഓൾ ഇൻ ഓളായിട്ട് നടക്കണം. അപ്പോൾ മഞ്ജരി വന്ന് ഈ കേസിൽ ഇടപെടുന്നു. മുത്തു വന്നിട്ട് പറയണത് അവൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. മഞ്ജരി പറയുന്നത് അങ്ങനെ പോകാൻ പാടില്ല, ഈ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കിച്ചണിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാസ്ക് ചെയ്തിട്ട് കയറ്റിയത്, അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പോകാനായിരുന്നു, അപ്പം ഇനി ഓക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് സാജന മുട്ട എന്തോ കലക്കി ഒരു കറി കഴിക്കില്ല എന്ന് പറഞ്ഞോണ്ട്, അയ്യോ എന്തിനാ കലക്കിയത്, കത്തിരിക്ക ഞാൻ കഴിക്കില്ല, മുട്ട കഴിക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം അൻഷിത പറഞ്ഞു, നിനക്ക് വേറെ ഉണ്ടാക്കി തരാം, നീ ബീട്രൂട്ട് കഴിക്കാം, ഞാൻ ബീട്രൂട്ട് കഴിക്കാം, എനിക്ക് വേണ്ടി ഇനി വേറെ ഉണ്ടാക്കണ്ട, വേറെ എനിക്ക് വേണ്ടി ഉണ്ടാക്കണ്ട. അപ്പോൾ ഇവിടെ കുഴപ്പമില്ലടാ, ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം. അപ്പം സാജന അടുത്ത് ഭയങ്കര താണാണ് എല്ലാവരും സംസാരിക്കും, ഭയങ്കര താന്ന് എന്നല്ല, താഴ്ന്നെന്നല്ല, നമ്മൾ താഴ്ന്ന് കേണു എന്ന് പറയത്തില്ലല്ലോ, താണ് കേണു എന്നല്ലേ. അപ്പൊ താണ് കേണാണ് അവിടെ പെണ്ണുങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത്. കാരണം അവർക്കൊക്കെ പേടിയാണ്, കാരണം ഈ പെണ്ണെ പൊട്ടിത്തെറിക്കുന്നത് ഭയങ്കര എക്സ്ട്രീമാണ് സാജന. അപ്പം അൻഷിത വേറെ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നു സാജനയ്ക്ക് വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നോമിനേഷൻ ഫ്രീ പാസിന്റെ ഫസ്റ്റ് ടാസ്ക്, ഡെയിലി ടാസ്ക് 1 വരുന്നത്. സ്കില്ല് വെച്ചിട്ടാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്. എൻ്റെ പൊന്നെ, ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കടുകട്ടി ടാസ്ക് ആണ്. ഒരേ സമയമാണ് ബോയ്സും ഗേൾസും ചെയ്യേണ്ടത്. 5 പേര് ഈച്ച് ഓരോ ടീമിൽ നിന്നും കളിക്കണം. റിലേ പോലെയാണ് കളിക്കേണ്ടത്. ബോയ്സ് ഇവിടെ, ഗേൾസ് ഇവിടെയാണ് നിൽക്കേണ്ടത്. ഒരു ഗ്ലാസ്, നമ്മൾ കള്ളൊക്കെ കുടിക്കുന്ന ഗ്ലാസ് അറിയാലോ, ഇങ്ങനെ പിടിയുള്ള ഗ്ലാസ്, ഈ ഗ്ലാസ്സിനകത്ത് കുറച്ച് ബോൾസ്, ഗോലി കച്ചി ഈ സാധനം എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇപ്പം ഈ ഗ്ലാസ് ഇങ്ങനെ കമത്തി വെച്ചേക്കും. ഈ കമത്തി ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മളൊരു ബോൾ എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ച് ഗ്ലാസ് കമത്തി വെച്ച് ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഗോലി ഇതിനകത്ത് ഇങ്ങനെ കറങ്ങി അവസാനം നമ്മൾ ബാലൻസ് ചെയ്ത് എയറിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പം ഇങ്ങനെ ഇവിടെ തുറന്നിരിക്കുക, അത് സാധനം താഴെ വീഴും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ കാണിക്കത്തില്ല, ചില നമ്മളിങ്ങനെ എന്താ കുപ്പിക്കകത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കറക്കത്തില്ല, വീഴാതെ. ഇപ്പം നമ്മൾ ID കാർഡൊക്കെ എടുത്ത് ഇങ്ങനെ കറക്കുമല്ലോ, കറക്കുമ്പോൾ എന്ത് ചെയ്യും, അതിങ്ങനെ കറക്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കും. കുറേ നേരം നമ്മൾ അനക്കാതെ വെച്ചൊക്കെ വന്ന് താഴെ വീഴും. അതുപോലെ ആ ഗ്ലാസ്സിനകത്ത് എന്ത് ചെയ്യണം, ഈ കമഴ്ത്തി പിടിച്ചുകൊണ്ട് ഇത് കറക്കി അങ്ങ് അറ്റം വരെ കൊണ്ടുപോയി അവിടെ ഒരു മണ്ണുണ്ട്, ആ മണ്ണിനകത്ത് ഇത് വെക്കണം. തിരിച്ച് വീണ്ടും വരണം, അടുത്തെടുക്കണം. ഒരാൾ പോയി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾ സ്വിച്ച് ചെയ്ത് മാറി വരാം, റിലേ പോലെ, അല്ലെങ്കിൽ അയാൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് ടാസ്ക്. ഒത്തിരി നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു. 2 ടീമും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എൻഡ് ബസർ അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോളികൾ കളക്ട് ചെയ്ത ആരാണോ അവരാണ് വിജയിക്കുന്നത്. മുത്തുവാണ് ഇതിൻ്റെ ജഡ്ജ്. തർഷിക, മഞ്ജരി, ജാക്ലിൻ, സാജന, പവിത്ര ഇവരാണ് ഗേൾസ് ടീമിൽ നിന്ന് കളിക്കാൻ പോകുന്നത്. ഗേൾസ് ടീം കുറച്ച് ഫൗള് കാണിക്കുന്നുണ്ട്. തർഷികയൊക്കെ അവസാനം ഗ്ലാസ് ഇങ്ങനെ പിടിക്കാനുള്ളതിന് വീടും എന്ന് പഠിച്ചോണ്ട് അവസാനം ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട് തർഷികയൊക്കെ കൊണ്ടിട്ടതേ വേസ്റ്റ് ആണ്, കൊണ്ട് കളയാൻ പറയുന്നുണ്ട്. ബോയ്സ് ടീമിൽ നിന്നും റയാന, റാണവ്, ദീപക്, അർജുൻ, രഞ്ജിത്ത് ഇവർ ഇത്രയാണ് പോകുന്നത്. സൂപ്പറായിട്ട് ആ ടാസ്ക് ബോയ്സ് ജയിക്കുന്നു. അവർ 5 ഗോലി കൊണ്ടിടുന്നു, ഗേൾസ് 4 എടുത്ത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ. അടുത്ത് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ ഡെയിലി ടാസ്ക് 1 ബോയ്സ് ആണ് വിൻ ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ശിവ സ്ഥിരം പല്ലവി രഞ്ജിത്തിൻ്റെ അടുത്ത് നമ്മുടെ ദീപകിനെ കുറിച്ച് പറയാണ്. ജെഫ്രിയുടെ കേസിൽ അവിടെ ആരും അറിഞ്ഞില്ല, പക്ഷേ വസൽ വാഷിങ്ങിൻ്റെ കേസിൽ പോകണമോ എന്ന് എൻ്റെ അടുത്ത് വന്ന് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത്? ദീപകിനെ കുറിച്ചാണ് പറയുന്നത്. എന്നെ കണ്ട് പഠിക്കാനായിട്ട് ദീപക് പറയുന്നു. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞിരുന്നു റൂഡായിട്ട് സംസാരിക്കരുത് എന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം രഞ്ജിത്തിൻ്റെ പറയണം. അപ്പോൾ രഞ്ജിത്ത് പറയാൻ ആദ്യം ഒന്നും ഇതുണ്ടായിരുന്നില്ല, സത്യം കേട്ടോണ്ടിരിക്കണം, ആദ്യം ഒന്നും ഇതുണ്ടായിരുന്നില്ല, ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് റാണവ് ഈ ലവ് ട്രാക്കേ തന്നെയാണ്.
പവിത്രതയെ കണ്ടില്ലേ, എപ്പോഴും ചിരിച്ചിരിക്കും. ആരടുത്ത്? വിശാലും റാണവും നമ്മുടെ റയാനും കൂടെ ഇത് താമരക്കട്ടിൽ പോലത്തെ ഒരു കട്ടിൽ കയറി കിടക്കുവാണ്. അപ്പം വിശാലും നടുക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പം റാണവ് റയാൻ്റെ പറയണം, പവിത്ര എപ്പോഴും എന്ത് ചെയ്യും, ചിരിച്ചോണ്ടിരിക്കും. ഞാനിവിടെ ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ എനിക്ക് പവിത്ര ചായ തന്നു. അപ്പോൾ റയാൻ, നിനക്ക് മാത്രമാണോ ചായ തന്നത് അതോ എല്ലാവർക്കും ചായ കൊടുത്തത്? എനിക്ക് ഇത്തിരി കൂടുതൽ തന്നു. അപ്പം ഞാൻ ഇമ്പ്രസ്ഡ് ആയതാണ് അവൾ എനിക്ക് എക്സ്ട്രാ ചായ തന്നു. പിന്നെ ഫണ്ണായിട്ട് പോകുമായിരുന്നു പവിത്രയും ഞാനായിട്ടുള്ള ഒരു കോംബോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിശാൽ ഉറക്കമാണ്. അപ്പം പട്ടി കുരയ്ക്കുന്നു. മഞ്ജരി അങ്ങോട്ട് വരുന്നു. ആരാണ് ഇവിടെ ഉറങ്ങിയത്? അപ്പോൾ വിശാൽ സമ്മതിക്കുന്നില്ല. റാണവ് കാണുന്നത് വിശാലാണ് ഉറങ്ങിയത്. ആരെയും റാണവും റയാനും കാണുന്നത് ആരാണ്? അവർ ശിക്ഷ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ഇവർ 3 പേരിൽ ആരോ ഒരാളാണ് ഉറങ്ങിയത് മഞ്ജരിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 3 പേരും ടാസ്ക് ചെയ്തു. ആരാണെന്ന് പറയാൻ നിവർത്തിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് റാണവ് മഞ്ജരി റാണവിൻ്റെ പറയണം, റാണവ് നീ നിനക്കറിയാം ആരാണ് ഉറങ്ങിയെന്ന് അറിയാം. അപ്പോൾ റാണവ് ഇല്ല ഞാൻ എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോകണം. അത് വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് റാണവേ. കാരണം റാണവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുവാണ്. മഞ്ജരി വന്നൊരു ടാസ്ക് പറയാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിന്ന്, അപ്പം ഞാൻ എന്താ ബാത്റൂമിൽ പോയിട്ടുണ്ട്. അപ്പം എന്തിന് ഞാൻ ഈ കാര്യം ചോദിച്ചാൽ നീ ഉത്തരം പറ, ആരാ ഉറങ്ങിയത്? ഞാൻ ബാത്റൂമിൽ പോണേ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. മഞ്ജരി പറ്റൂല, ടാസ്ക് ചെയ്തിട്ട് പോയാലേ പറ്റുള്ളൂ. 3 പേരും ടാസ്ക് ചെയ്യേ, ജമ്പ് ചാട്, ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാടിയാൽ മതി. അപ്പൊ റാണവ്, ഫ്രോഗ് ജമ്പ് ആണോ? അപ്പോഴാണ് മഞ്ജരിക്ക് അത് ചെയ്യിക്കാം. ഇവിടെ നിന്ന് അറ്റം വരെ ഫ്രോഗ് ജമ്പ് ചെയ്യും. ഫ്രോഗ് പറയും പോലെ തന്നെ ഇനി ഉറങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. അപ്പം വിശാല് ചാടുന്നു, ഫ്രോഗ് ജമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രോഗ് പറയും പോലെ പറയുവാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഉറങ്ങൂല എന്ന് പറയണമെന്ന് പറയുന്നു. അങ്ങനെ റയാനും കറക്റ്റായിട്ട് ചെയ്യുന്നു, വിശാലും കറക്റ്റായിട്ട് ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന നമ്മുടെ റാണവ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും റാണവിനെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ റാണവ് എന്നെ പേഴ്സണൽ ടാർഗറ്റ് ചെയ്യുകയാണ്, പേഴ്സണൽ അറ്റാക്ക് ചെയ്യുകയാണ്. വീണ്ടും എന്തിനാ മഞ്ജരി എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജരി ചെയ് റാണവ് എന്ന് പറഞ്ഞാൽ റാണവിനെ കൊണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ റാണവിന് ഓൾറെഡി ഒരെണ്ണം പൊട്ടി. മഞ്ജരി എന്നെ പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരെണ്ണം പൊട്ടിയിരിക്കുകയാണ്. റാണവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വീട്ടിനകത്ത് തരുന്ന ഒരു മിച്ചറ വരുവാണ്. എന്തൊക്കെ ഒരു കോഴി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും അല്ലടേ, അതൊക്കെ കൂടിപ്പോവും. അതുവരെ കോഴി ഒന്നുമല്ല. എന്താ വേർഡ് ഉണ്ടല്ലോ മലയാളത്തിൽ, ഒരു വിരയിളക്കം, ഒരു ഇളക്കം ഉണ്ടല്ലോ, ഒരു ഇളക്കം, അത്രേ ഉള്ളൂ റാണവിന്. അതിനുശേഷം ബെഡ്റൂമിലിരുന്ന് ഡിസ്കസ് ചെയ്യാണ് ഗേൾസ് ടീം. അപ്പോൾ സാജന പറയണം, എനിക്ക് 21 വയസ്സായി, നിങ്ങളുടെ അത്ര എക്സ്പീരിയൻസിലുള്ള മെച്യൂരിറ്റി എനിക്കില്ലായിരിക്കും, പക്ഷേ എനിക്കുള്ളതായിട്ടുള്ള മെച്യൂരിറ്റി എനിക്കുണ്ട്. അപ്പോൾ അൻഷിത, മെച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത്യാവശ്യം അക്സെപ്റ്റ് ചെയ്യാനെങ്കിലും പഠിക്കണം. അപ്പോൾ ജാക്ലിൻ, എടാ നിൻ്റെ അടുത്ത് സംസാരിക്കാനേ പേടിയാണ്. അപ്പോൾ അൻഷിത, ശരിക്കും നീ നേരത്തെ അവിടെ ആ ഫുഡിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എനിക്ക് നിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറയാത്ത കാര്യം നിന്നെ ഒരുമാതിരി പേടിയാണെടാ നിനക്ക് വേണ്ടി സംസാരിക്കാനാണ്. നീ പെട്ടെന്ന് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടും. അപ്പോൾ ജാക്ലിൻ, നിനക്ക് വേണ്ടി പലരും വിട്ടു തരുന്നതാണ് ടാസ്കിൽ, അത് നീ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ സാജന, ഞാൻ എന്ത് ടാസ്ക് ചെയ്തു കഴിഞ്ഞ ആഴ്ച എന്നും, പിന്നെ എന്നെ എന്തിനാണ് ഇങ്ങനെ, ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ കഴിഞ്ഞ ആഴ്ച എന്തിന് ഞാൻ വാശി കാണിക്കുന്നു? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാറ്റാം. പറ. ഇത് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്, കരയുന്നുമുണ്ട്. അപ്പോൾ പവിത്ര, എടാ സത്യമായിട്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം, നീ എല്ലാ ടാസ്കിനും ഞാൻ പോവാന്ന് പറയുമ്പോൾ എല്ലാവരും നിനക്ക് വേണ്ടി മാറി തരുന്നതാണ്, നീ അത് വിട്ട് മാറി തരുന്നതാണ്, പിറകിലോട്ട് ഇറങ്ങി നിൽക്കുന്നതാണ്. ദൈവകരുതി നീ അത് മനസ്സിലാക്കണം. നിന്റെ മേലെ നമുക്കൊരു എനിക്ക് സത്യം പറഞ്ഞാൽ തമിഴ് ബിഗ് ബോസ് കണ്ട് മലയാളം വേർഡൊന്നുമേ കിട്ടുന്നില്ല. ഒരു പുരിതൽ മീൻസ് ഒരു പുരിതൽ എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കറിയാം വേർഡിൻ്റെ അർത്ഥം അറിയാം. കരുതൽ കിട്ടുന്നില്ല, മലയാളം വേർഡൊന്നും കിട്ടുന്നില്ല. അപ്പം നിന്റെ മേലെ നമുക്കൊരു പുരിതലുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നീ മനസ്സിലാക്ക്. അപ്പം നീ ഇനിയെങ്കിലും ദൈവം ഒന്നിനും വാശി കാണിക്കരുത്. ഈ കൊച്ചിനൊരു നിലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റൂല, അതാണ് ഈ സാഹചര്യയുടെ ഒരു പ്രശ്നം. പിന്നീട് എന്ത് ചെയ്യുന്നു, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പവിത്ര, അയ്യോ എനിക്ക് തലവേദനിക്കുന്നേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഈ റാണം എന്ത് ചെയ്യുന്നു, തലവേദനിക്കുന്ന അപ്പുറത്തെ ബോർഡറിൽ നിൽക്കുകയാണേ, തലവേദനിക്കുന്ന ഞാൻ ഓടിപ്പോയി വെള്ളം എടുത്തിട്ടുണ്ട്. റാണം ഓടി കുതിച്ച് ചാടി ബെഡിൽ പോയി വെള്ളം എല്ലാം എടുത്തുകൊണ്ട് വരുന്നു. അപ്പോഴത്തേക്ക് ആരും, എടാ ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ മാത്രം പോരാ, ഇങ്ങനെ ഇത്ര നീ വന്നില്ലേ, മതിൽ ചാടി ഹീറോയെ പോലെ കൊടുക്കടാ വെള്ളം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, മതിൽ ചാടി റാണവ്, പവിത്ര വെള്ളം കുടിക്കൂ. എൻ്റെ പൊന്നെ റാണവ് എത്തി മിണ്ടാതിരിക്കുക. പവിത്ര ഇതെന്താണ് റാണവ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇളക്കം. അപ്പം റാണവ് ഒന്ന് വെള്ളം കൊടുക്കുന്നു. വെള്ളം കൊടുത്ത് അത് കുടിക്കുന്നോ എന്തോന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പം സാജന പറയാം, അപ്പം കോട്ട ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ വീട്ടിൽ വന്നല്ലോ, അപ്പം അതുകൊണ്ട് എന്തായാലും ശിക്ഷ കൊടുക്കണം. അപ്പോൾ എന്ത് ശിക്ഷ കൊടുക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സാജന പറയാണ്, പവിത്ര അടുത്ത് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറ എന്ന് പറയണം. അപ്പം ഈ ടാസ്ക് ഒക്കെ 3-4 തവണ പറയാൻ. അപ്പം മഞ്ജരി അങ്ങോട്ട് വരുന്നു, അല്ല ഇവിടുത്തെ കോട്ട ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നതിന് എന്തിനാണ് നിങ്ങളിങ്ങനെ ഫൺ ടാസ്ക് കൊടുക്കുന്നത്, ഫൺ ആയിട്ടുള്ള ഒരു കാര്യമാണോ? അത് മഞ്ജരി ചോദിച്ചത് പോയിന്റ്.
കാരണം റൂൾ ബ്രേക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. റൂൾ ബ്രേക്കാണത്. ഇത് കഴിഞ്ഞ് വരിക എന്നുള്ള ആണുങ്ങളുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളുടെ വീട്ടിലോട്ട് വന്നുകൂടാ, തിരിച്ചും പോയിക്കൂടാ. അപ്പം ഇതിനെന്തിനാണ് ഇങ്ങനെ ഫൺ ടാസ്ക് കൊടുത്തത് സാജന? അപ്പം ഹൗസ് റൂൾ ബ്രേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പം റാണവ് മഞ്ജരി ടാർഗറ്റ് ചെയ്യരുത്. ഇവരിപ്പോൾ ടാസ്ക് പറഞ്ഞു, ഞാൻ കേട്ടോ. അപ്പോൾ ഇതിനെ ടാർഗറ്റ് ചെയ്യരുത്. അപ്പം എന്ത് ടാർഗറ്റ് ചെയ്തത്? നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഇങ്ങനെ റൂൾ ബ്രേക്ക് നീ നിനക്ക് എന്താണ് റാണവ് അങ്ങോട്ട് വന്നത്? അപ്പം നീ ടാസ്ക് ചെയ്തേ പറ്റുള്ളൂ. നീ ടാസ്ക് ചെയ്ത് നീ അവിടെ തന്നെ നില്ല, നീ അവിടെ നനങ്ങണ്ട. ഞാൻ പറയുന്നവരെ നീ അവിടെ തന്നെ നില്ല. ഞാൻ ക്യാപ്റ്റനാണ്, നീ ആ വീട്ടിൽ തന്നെ നിന്നാൽ മതി, നീ ഇപ്പുറത്തേക്ക് വരണ്ട. അപ്പൊ ദീപക്കട വാ, ഇവിടെ വാ, ഇപ്പുറത്ത് വാ. അപ്പൊ മഞ്ജരി ദീപക്കണ്ണ നിർത്ത്, വരണ്ട. മഞ്ജരി നെല്ല് ദീപക്കണ്ണ നിർത്ത്, വേണ്ട മഞ്ജരിയും വരട്ടെ. റാണവ് വീണ്ടും ഇപ്പുറത്തോട്ട് ചാടി വരുന്നു. ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കും. മഞ്ജരി റാണവ് നിങ്ങൾ തമ്മിൽ സംസാരിക്കും. അപ്പൊ മഞ്ജരി എന്തിന് ദീപക്കണ്ണ ഇപ്പൊ അവനെ ഇങ്ങോട്ട് വിളിച്ച്? ക്യാപ്റ്റനായിട്ട് ഞാൻ അവിടെ നിൽക്കാനല്ല, ഞാൻ തന്നെ അവൻ്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ദീപക്കണ്ണ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച്? അപ്പൊ ദീപക്ക് അത് ഒന്നും മിണ്ടുന്നില്ല. ദീപക്ക് ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്കും അടുത്ത റാണവ് എന്താണ് അവിടെ ചെയ്തത്? അപ്പം നീ രാവിലെ മുതൽ എൻ്റെ അടുത്ത് വെക്കിട്ട് കയറാൻ തുടങ്ങിയതല്ലേ മഞ്ജരി? ആ ഫ്രോഗ് ജമ്പിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ വിശാൽ ചെയ്ത പോലെ തന്നെ അല്ലേ ഫ്രോഗ് ജമ്പ് ചെയ്തത്? അപ്പൊ വിശാൽ അത് കേൾക്കുകയാണ്. എടേ റാണവേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ മര്യാദക്ക് ചെയ്തെങ്കിൽ നീ പറ. ഞാൻ മര്യാദയ്ക്കാണ് ചെയ്തത്, അല്ലാതെ വിശാൽ ചെയ്ത പോലെ ചെയ്ത് വിശാൽ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പേര് വലിച്ചിടണ്ട. ഞാൻ പലതവണയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ നീ സ്വന്തമായിട്ട്. അപ്പൊ റാണവ അണഞ്ഞ് ഒന്നും വേണ്ടത്. പിന്നെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ് വീട്ടിൽ. അപ്പം മഞ്ജരി വീണ്ടും തുടങ്ങുന്നു. മഞ്ജരി വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. അത് ശരിയാവൂല, ഇത് അപ്പുറത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞത് റൂൾ ബ്രേക്കാണ്, അതിന് നീ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞു കഴിക്കുമ്പോഴത്തേക്കും അരുൺ പറയണം, അങ്ങനെയാണെങ്കിൽ പിന്നെ കോഫി എടുത്തുകൊണ്ട് കൊടുക്കുക എന്നിങ്ങനെ ജസ്റ്റ് ഒരു കോമഡി പറയുകയാണ് സാധനം. അവർക്ക് ഇങ്ങനെ വയ്യാതെ ഒരു അരുൺ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അങ്ങനെ ജസ്റ്റ് കോഫി എടുത്തുകൊണ്ട് കൊടുക്കുക എന്നിങ്ങനെ മുത്തുവിന് ചെവി പറയുന്നു. അപ്പൊ മഞ്ജരി ഇത് കേൾക്കുന്നു. അരുൺ, ദിസ് ഈസ് നോട്ട് ഫൺ. മോക്കിംഗ് ചെയ്യരുത്, പരിഹസിക്കരുത്. അപ്പൊ അരുൺ, ഇവിടെ ഫൺ സെക്ഷൻ ആയിട്ടല്ലേ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് കൊള്ളാല്ല, നിങ്ങൾക്ക് തോന്നുമ്പോൾ ഫൺ, അത് അങ്ങനെ ചെയ്യുമ്പോൾ സീരിയസ്, ഇതെന്താണിത്? അപ്പം മഞ്ജരി പറയണം, അത് ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫൺ ടാസ്ക് കൊടുക്കാം. റൂൾ ബ്രേക്ക് ചെയ്ത് പോയതിന് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. അപ്പൊ രാവിലെ വിശാല കിടന്ന് ഉറങ്ങിയപ്പോൾ പിന്നെ എന്തോന്ന് കൊടുത്തത്? അത് ഫണ്ണായിട്ടാണ് കൊടുത്തത്. അപ്പൊ റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സീരിയസ് ആയിട്ട് കൊടുത്തത്. ഇത് സീരിയസ് ആണ് അരുൺ, സീരിയസ് കേസാണ്, ഇത് ഫണ്ണല്ല. അപ്പൊ അരുൺ ഓക്കെ മഞ്ജരി, ശരി മഞ്ജരി, സോറി മഞ്ജരി എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ മഞ്ജരി, റാണവേ, ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. നീ വീണ്ടും പറയുന്ന പോലെ ഞാൻ നിന്നെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. നിന്നെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഒരുവിധം ആ പ്രശ്നം സോൾവ് ആവുന്നു. ഇനിയാണ് മഞ്ജരിയും ഈ പറയുന്ന അരുണും കൂടെ തമ്മിലുള്ള അടി. അരുൺ, എന്തിന് മഞ്ജരി ഇത്രയും സൗണ്ട് എടുത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി? ഇത്രയും സൗണ്ട് എടുത്ത് പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരുവിധ കാര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ മഞ്ജരി, പരിഹസിക്കരുത്, മോക്കിംഗ് ചെയ്യരുത് അരുൺ, നീ ഭയങ്കര മോക്കിംഗ് ആണ്. അപ്പൊ അരുൺ, ഇല്ല, എന്നെ എന്തിന് മോക്കിംഗ് എന്ന് പറഞ്ഞു? എനിക്കത് കംഫർട്ടബിൾ അല്ല. എന്നെ എന്തിന് ഡിസ്മിസീവ് എന്ന് പറഞ്ഞു? എനിക്കത് കംഫർട്ടബിൾ അല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ പറയരുതെന്ന്. എന്നെ എന്തിന് പറഞ്ഞു? അപ്പൊ മഞ്ജരി, നീ ചെയ്യുന്നത് അതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നെ അങ്ങനെ പറയരുത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ അന്നേരം ആ കാര്യം പറഞ്ഞത് ഫണ്ണായിട്ടാണ്. അതിനങ്ങനെ എടുക്കാതെ എന്നെ മോക്കിംഗ് എന്ന് പറഞ്ഞ എന്തിനാണ്? അപ്പൊ മഞ്ജരി പറയണേ, എങ്കിൽ പിന്നെ ഞാൻ പകടി എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ കേളി എന്ന് പറയാം. ഓക്കെ, അത് കറക്റ്റ് ആവോ? അപ്പൊ അരുൺ, മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ഈ റൂൾ ബ്രേക്കിനും അതിനും നിനക്ക് ശിക്ഷ കൊടുക്കുന്നതിന് ആദ്യം സ്വയമായിട്ട് കുറച്ച് പഠിക്ക് എന്നിങ്ങനെ മഞ്ജരി എടുത്ത് പറയാണ്. അപ്പം മഞ്ജരി, ആദ്യം എൻ്റെ അടുത്ത് ഈ പറയുന്ന കാര്യം ഉണ്ടല്ലോ, സ്വന്തമായിട്ട് നന്നാവുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, പോയി നീ കണ്ണാടി നോക്കിയിട്ട് പറ, അപ്പൊ അത് ശരിയാവും എന്ന് മഞ്ജരി പറയാണ്. അപ്പൊ അരുൺ, ഇത് മോക്കിംഗ് അല്ലേ? നോക്ക് പെണ്ണുങ്ങളെ, നിങ്ങൾ നോക്ക്, ഇത് മോക്കിംഗ് അല്ലേ ഈ കാണിച്ചത്? അപ്പൊ മഞ്ജരി, അതെ മോക്കിംഗ് ആണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായ ഞാൻ ചെയ്തതിന്റെ ഇപ്പൊ എനിക്ക് ഫീൽ ആയ നിനക്ക് പിടികിട്ടിയാ? ഇതാണ് നീ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അരുൺ, നോക്ക് പെണ്ണുങ്ങളെ, നിങ്ങൾ എന്തോന്നാണ് കണ്ടോ? മോക്കിംഗ് തന്നെ ഇപ്പൊ കാണിച്ചോ പെണ്ണുങ്ങളെ, എന്തോ മോക്കിംഗ്. അപ്പൊ അരുൺ വീണ്ടും, ലേഡീസിൽ നിന്നും ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ നിങ്ങളെല്ലാം അവളുടെ കൂടെ നിൽക്കുന്നത്? അവളുടെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ടല്ലേ? മനസ്സിലായി എന്ന് പറഞ്ഞാൽ അരുൺ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം നടക്കുമ്പം അവിടെ എല്ലാവരും ഗേൾസ് എല്ലാവരും ഉണ്ട്. എന്നാൽ ഈ വിഷയത്തിന് വേണ്ടി സംസാരിക്കുന്നത് പവിത്ര സംസാരിക്കുന്നുണ്ട്, തർഷിക, സാചന, അൻഷിത, ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരറ്റത്തോട്ട് നിൽക്കുകയാണ്, മറ്റേ ഒരറ്റത്തോട്ട് സൗന്ദര്യം ഇരിക്കുവാണ്. എനിക്ക് ചിരി വന്നൊരു സംഭവമുണ്ട്. സൗന്ദര്യം അവിടെ ഇരിക്കുകയാണ്. ഈ പ്രശ്നം സൗന്ദര്യം ഇതിലൊന്നും മിണ്ടുന്നേ ഇല്ല, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അപ്പൊ അരുൺ പറയണേ, പെണ്ണുങ്ങളെ നിങ്ങൾ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ടല്ലേ അവള് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അവളുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഈ സൗന്ദര്യം എന്തെന്നറിയാമോ? ഇവിടെ ഇരുന്നിട്ട്
എനിക്കിത് പറയുമ്പോൾ ചിരി വരും. സൗന്ദര്യ പ്രശ്നത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. സൗന്ദര്യ ചാടി വന്നിട്ട് അരുൺ ഷട്ടപ്പ് എന്നിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ എത്തിയിട്ട് അരുൺ ഷട്ടപ്പ്. അത് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു നോക്കണം. ആ ടൈമിൽ സൗന്ദര്യ ഇതിലൊന്നുമില്ല. സൗന്ദര്യയുടെ കൂടെ വഴക്ക് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, സൗന്ദര്യ അരുൺ ഷട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ പോയി എന്ന് പറഞ്ഞിട്ട് അരുൺ വീണ്ടും അവിടെ തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ സംഭവം കണ്ടപ്പോൾ പെട്ടെന്ന് ചിരി വന്നു. സൗന്ദര്യ ആവശ്യമില്ലാത്തടത്തെല്ലാം കയറി വരുന്നുണ്ട്. അടുത്ത് പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ മഞ്ചരിക്ക് ആ പ്രശ്നം അങ്ങനെ തീരുന്നു. ഭയങ്കര വഴക്കാണ്. അതിനുശേഷമാണ് നമ്മുടെ മഞ്ചരിക്ക് 3 ബാഡ്ജസ് വരുന്നു, ബട്ടൺ പോലത്തെ 3 ബാഡ്ജസ്. അപ്പോൾ ഈ 3 ബാഡ്ജസ് പോയി കഴിഞ്ഞാൽ മഞ്ചരിക്ക് ക്യാപ്റ്റൻ പദവി നഷ്ടമാവും. എന്തെങ്കിലും മഞ്ചരിയുടെ ക്യാപ്റ്റൻസി ശരിയല്ലെങ്കിൽ ആൾക്കാർക്ക് വന്ന് റീസൺ പറഞ്ഞ് ബാഡ്ജ് പറിച്ചെടുക്കാം. പിന്നെ മൈക്ക് അനൗൺസ്മെന്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് ബാക്കിയുള്ളവർക്ക് ശിക്ഷ കൊടുക്കണം. അപ്പം മുത്തു തന്നെ ആദ്യം വരുന്നു. ഞാൻ ഒരു ബാഡ്ജ് മഞ്ചരിയിൽ നിന്ന് എടുക്കുകയാണ്. അരുണിൻ്റെ അടുത്ത് അരുൺ മഞ്ചരിയെ മോക്കിംഗ് ചെയ്തു എന്ന് മഞ്ചരി ആദ്യം പറഞ്ഞു. അതിനെപ്പറ്റി ഒരു സംസാര വിഷയമായപ്പോൾ നീ മോക്കിംഗ് ചെയ്തത് ഇപ്പം നിനക്ക് ഫീൽ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം അരുണിനെ മോക്കിംഗ് ചെയ്തിട്ട് അഗ്രസീവ് മോഡിലേക്ക് വന്നതുകൊണ്ട് ഒരെണ്ണം പറിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ബാഡ്ജ് എടുക്കുന്നു. ബാക്കി 2 ഉള്ളൂ. രണ്ടാമത്തെ ബാഡ്ജ് പറിക്കാൻ വേണ്ടി സാജന പോകണം. ഞാൻ ഒരെണ്ണം എടുക്കുന്നു, കാരണം റാണവ് ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ റാണവിന് നമ്മളൊരു ഫൺ ടാസ്ക് കൊടുത്തു. അത് ഫണ്ണാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് തീർന്നു. എന്നിട്ട് അതെല്ലാം മഞ്ചരി കണ്ടുകൊണ്ടിട്ട് മഞ്ചരിക്ക് പറയാമായിരുന്നു, എടാ റൂള് ബ്രേക്ക് ചെയ്ത് തെറ്റാണ്, അപ്പം ഫൺ ടാസ്ക് കൊടുത്തതൊക്കെ ഓക്കെ, ഇനി എങ്കിലും നിങ്ങൾ ഫൺ ടാസ്ക് ഒന്നും കൊടുക്കരുത് റൂൾ ബ്രേക്ക് ചെയ്ത് വന്നാൽ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതിന് പകരം വീണ്ടും അവനെ കൊണ്ട് ടാസ്ക് ചെയ്യിക്കാൻ വേണ്ടി പ്രശ്നം വഷളാക്കിയത് മഞ്ചരിയാണ്. അത് മാത്രമല്ല കിച്ചൺ ഇൻചാർജാണ് ഞാൻ. കിച്ചൺ ഇൻചാർജായിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ ഇന്ന് രാവിലെ ജെഫ്രി അവിടെ നിന്നും ലൈൻ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് തിരിച്ച് വന്നപ്പോൾ അവിടെ ജെഫ്രിയുടെ കാര്യങ്ങൾ സംസാരിക്കണം ഞാനാണ്. അവിടെ വന്ന് ഇവർ വലിയ ക്യാപ്റ്റൻസി എല്ലാം കാണിച്ച് എൻ്റെ ഡ്യൂട്ടി ചെയ്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് പറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഗേൾസ് എല്ലാവരും കൂടി സൂക്ഷിച്ച് ചെയ്യേ, നീ ചെയ്യുന്ന തെറ്റാണ്. ഈ ആവശ്യത്തിന്റെ പേര് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് അവിടെ വന്നത്, അല്ലാതെ ഈ കാരണത്തിന്റെ പേര് പറിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇതേ കേസ് പറഞ്ഞാണ് മുത്തു എടുത്തത്. അപ്പൊ അതുകൊണ്ട് നീ ആ കേസ് പറഞ്ഞെടുക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവാണ് പറയുന്നത്, എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. അപ്പം ജാക്ലിൻ ഒരു ചാൻസ് കൊടുക്ക് മഞ്ചരിക്ക്, ഓക്കെ, ഒരു ചാൻസ് കൊടുക്ക്. അപ്പം ഉടനെ ജെഫ്രി, നിനക്ക് വാലിഡ് ആണെന്ന് തോന്നുന്നുണ്ടോ നീ ഇത് പറിക്കാൻ പോകുന്ന? അപ്പം അൻഷിത, നിന്റെ മനസാക്ഷിയോട് നീ ചോദിക്കും, നിനക്കത് വാലിഡ് ആണെങ്കിൽ നീ അവളുടെ നിന്ന് ഒരു ബാഡ്ജ് എടുത്തു. അപ്പോഴത്തേക്ക് മഞ്ചരി പൊട്ടുന്നു. മഞ്ചരിയുടെ ക്യാപ്റ്റൻസി പദവി വലിച്ചു വരാൻ നോക്കാം, മഞ്ചരി എന്ന് കരയുന്നു. അപ്പോഴത്തേക്കും സാജന, ഞാനും ജെഫ്രിയും അവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവർ വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടോ. ഞാൻ കിച്ചൺ ഇൻചാർജ് അല്ലേ, ഞാനല്ലേ ജെഫ്രിയുടെ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പൊ ജെഫ്രി വന്നൊരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്. ജെഫ്രി വന്നെന്ന് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴാണ് അവർക്ക് ആ 3 ബാഡ്ജ് കിട്ടിയത് മഞ്ചരിക്ക്. ഇത്രയും നേരം ആർക്കും കുറ്റവും പറയാനില്ല, കുറവും പറയാനില്ല. അവർക്ക് ബാഡ്ജ് കിട്ടിയത് വന്ന് കുറവ് പറഞ്ഞ് ഇത് വലിച്ചെടുക്കും. ഇത് എന്തോന്നാണിത്? നിങ്ങളെ ന്യായം നോക്കി ഓരോരോ കാര്യങ്ങളും ഗേൾസ് ടീം നിങ്ങളുടെ ആളാണിത്, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. സാജന, നീ അടങ്ങുന്ന ഗേൾസ് ടീമിൽ നിന്നാണ് ഇവർ ക്യാപ്റ്റൻ ആയിരുന്നത്. അപ്പോൾ അവരിനിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും ആസ് എ ടീം മേറ്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾ സപ്പോർട്ടാണ് ചെയ്യാനുള്ളത്. പക്ഷെ നിങ്ങളിപ്പോൾ അവരെ കൊണ്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഓരോന്ന് ആലോചിച്ച് ചെയ്യേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനി അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ഒപ്പീനിയൻ. അത് ജെഫ്രിക്ക് ഒരു കയ്യടി കൊടുത്തേ വരുള്ളൂ. അത് കറക്റ്റ് പോയിന്റാണ് ജെഫ്രി പറഞ്ഞത്. മഞ്ചരി കരയുന്നു, എല്ലാവരും പോയി ആശ്വസിപ്പിക്കുന്നു. ഒരുവിധം പിന്നീട് ഓക്കെ ഞാനിനി പറിക്കുന്നില്ല എന്ന് പറഞ്ഞോട് സാജന തിരിച്ചു പോകുന്നു. അപ്പോൾ അരുൺ വന്നിട്ട് പറയാണ്, എൻ്റെ ക്യാപ്റ്റൻസിയുടെ ലാസ്റ്റ് ഡേയിൽ ഞാനും മഞ്ചരിയും കൂടെ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായി. മഞ്ചരി അതിൻ്റെ പേരിൽ വന്ന് എന്നെ മോക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വന്ന് സോറി പറഞ്ഞപ്പോൾ ഞാൻ എന്നെ മോക്കിംഗ് എന്നും ഡിസ്മിസീവ് എന്നും രണ്ടും പറയരുതെന്ന് പറഞ്ഞിട്ട് ഇന്ന് വീണ്ടും പറഞ്ഞു. ആ സമയത്ത് ഞാൻ മഞ്ചരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കോഫി പോഡ് കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞതിനാണ്, ഞാനത് ഫണ്ണായിട്ടാണ് പറഞ്ഞത്. അത് മഞ്ചരിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സോറി പറയുന്നു, ഇനി ഞാൻ ആ ഫൺ പറയത്തേയില്ല എന്ന് പറയുകയാണ്. ആ പ്രശ്നം അങ്ങനെ അവിടെ കഴിയുന്നു. അതിനുശേഷം തർഷിക സാജനടുത്ത് പറയുകയാണ്, നീ അത് എടുക്കാൻ പോയത് ഒട്ടും ശരിയായില്ല. ആ ബാഡ്ജ് നിനക്ക് എന്തെങ്കിലും പോയിന്റ് വാല്യൂ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നീ അവിടെ സംസാരിക്കാവൂ എന്ന് പറയുന്നു. അതിനുശേഷം റാണവ് അൻഷിതയും പവിത്രയും തർഷികയോടെ ഇരിക്കുമ്പോൾ അവിടെ പോയി സോറി പറയാണ്. അപ്പോൾ അൻഷിത പറയണം, നീ കാണിച്ച തെറ്റ് തന്നെയാണ്. ഇങ്ങനെ മടിയിലൊക്കെ തട്ടിയിട്ട് ആരെയോ പിടിച്ച് ഇരുത്തി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞോളൂ. നീ ചെയ്ത തെറ്റ് തന്നെയാണ്, അങ്ങനെ ഒരിക്കലും നീ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ പവിത്ര പറയണത്, സത്യം പറഞ്ഞ റാണവേ, നീ കീ കൊടുത്ത് ആടുന്ന ബൊമ്മയാണ്. ആണുങ്ങൾ നിന്നെ തിരിച്ചു വിടുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് വഴക്കൂടാൻ വന്നാലും ശരിയാണ്, നീ ദയവ് കരുതി അവന്മാർ പറയുന്ന പോലെ നീ നിന്റെ കാഴ്ചപ്പാടി നടക്ക്, അവന്മാർ നിന്നെ ബൊമ്മയായിട്ട് കീ കൊടുത്ത് വിടുകയാണ് എന്ന് പറയുന്നു. പിന്നീട് സാജന, റാണവ്,
അരുൺ, ഇവർ 3 പേരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ സാജന പറയാണ്, റാണവെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുഖത്തൊക്കെ പറഞ്ഞാൽ നീ ഭയങ്കര ഇറിറ്റേറ്റഡ് വേലകളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അരുൺ പറയാണ്, നീ ആ കാര്യം അല്ലേ, എന്തോ ഒരു കാര്യം പറഞ്ഞു, നീ ആ കാര്യം അല്ലേ റാണവെ ആ ടാസ്ക് ചെയ്യാൻ നേരത്തെ ഉദ്ദേശിച്ചത്? ഇപ്പൊ എല്ലാരും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് നീ അവിടെ ഒരു കോമ്പോ ഉണ്ടാക്കാൻ നോക്കി, അങ്ങനെ എന്തോ ഒരു ഡയലോഗാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ എല്ലാരും പറയുന്നത് ഞാൻ പറഞ്ഞിട്ടാണ് നീ അത് ചാടിയെന്നാണ്. ശരിക്കും അരുൺ പറഞ്ഞത് കൊണ്ടാണ് അതിന്റെ കൂടെ ഒരു ബലം കൊണ്ടാണ് ചാടറ എന്ന് പറയുമ്പോൾ ആരായാലും കൂടെ ഒന്ന് ചാടും. അപ്പൊ അതുപോലെയാണ് റാണ ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ചാടിയെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്ന് പറയാണ്. ഓക്കെ, അത് കഴിയുന്നു. അതിനുശേഷം വീക്ക്ലി ടാസ്ക് വരുന്നു. റോയൽ ഫാമിലി, BB റോയൽ ഫാമിലി. നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഇങ്ങനെ ടാസ്ക് വന്നിട്ടില്ല. രാജകുടുംബം ടാസ്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ രാജകുടുംബം ടാസ്ക് വന്നിട്ടില്ല. ഇത് കുറച്ച് വെറൈറ്റിയാണ്. തമിഴ് BB 6-ലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ആൾക്കാരൊക്കെ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ 6 കണ്ടിട്ടില്ല. ഞാൻ 7 മുതലാണ് കണ്ടു തുടങ്ങിയത്. അതായത് ഇപ്പോൾ വീട് 2 ആണല്ലോ, ആണുങ്ങളുടെ വീടും പെണ്ണുങ്ങളുടെ വീടുമായിട്ട് വീട് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 രാജകുടുംബമാണ്, 2 രാജ്യമാണ്. അപ്പോൾ ആണുങ്ങളുടെ വീട്ടിൽ രാജാവ് ഉണ്ടാവും, രാജഗുരു ഉണ്ടാവും, പടത്തലവനുണ്ട്, പാചകക്കാരനുണ്ട്, പിന്നെ സ്പൈ, ഗേൾസിന്റെ ടീമിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്പൈ അവിടെ ഉണ്ടാവും, പിന്നെ പണിക്കാരൻ ഉണ്ടാകും, പിന്നെ ആളുകൾ ഓഡിയൻസ് ഉണ്ടാകും. പിന്നെ അവർക്കുള്ളത് ഒരു മ്യൂസിയമാണ്. ഇനി ഓരോന്നായിട്ട് പറഞ്ഞുതരാം. രാജാവ്, രാജ്യം ഭരിക്കുന്നയാള്, രാജഗുരു, 2 നാടിനെയും ഇടയിൽ, ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ശത്രുക്കളാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ശത്രുക്കളാണ്. അപ്പൊ രാജഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് രാജാവിനെ നയിക്കുന്ന ആളാണ്. പിന്നെ പടത്തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ രക്ഷിക്കുന്ന ആളാണ്. ആ രാജ്യത്തിനെയും രാജാവിനെയും അവിടുത്തെ പ്രജകളെയും എല്ലാം രക്ഷിച്ച് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കിയും ഇവൻ ഫുഡ് പോലും കൊണ്ടുവരും, അതെല്ലാം കഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നതും പടത്തലവനാണ്. പാചകക്കാരന് ഫുഡ് ഉണ്ടാക്കുക. സ്പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ തന്നെ നിന്ന് ഓപ്പോസിറ്റ് ഉള്ള അവിടെ നിന്നും ഒറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ടീമാണ് തീരുമാനിക്കുന്നത് ആരാണ് ഇതിനകത്ത് വരുന്ന സ്പൈ എന്നുള്ളത്. പിന്നെ പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലുള്ള പണികൾ മുഴുവൻ ചെയ്യുന്നത് അയാളായിരിക്കും, രാജാവിൻ്റെ പണികൾ മുഴുവൻ ചെയ്യേണ്ടത് അവരായിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ ജോലികളിലെല്ലാം ഇടപെട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. പിന്നെ മ്യൂസിയം ഉണ്ട്, ആണുങ്ങളുടെ മ്യൂസിയത്തിനകത്ത് കുറേ തലയും ചെങ്കോലും കിരീടവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പം അതാണ് ആണുങ്ങളുടെ ഇതിൽ വരുന്നത്. പെണ്ണുങ്ങളുടെ ഇതിൽ വരുമ്പം അവർക്ക് രാജാവല്ല, റാണിയാണുള്ളത്. റാണിയാണ്. രാജഗുരുവിന് പകരം രാജമാതയാണ്, സെയിം ഡ്യൂട്ടിയാണ്. പടത്തലവന് പകരം പടത്തലവത്തി, അതാണ്. പിന്നെ പാചകക്കാരി, സ്പൈ അവിടെയും ഉണ്ട്. പണിക്കാരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ പണിക്കാരി ഉണ്ട്. അവിടെയും അവിടെയും ഓഡിയൻസ് ഉണ്ട്. അവിടെയും ഒരു മ്യൂസിയം ഉണ്ട്. അവരുടെ മ്യൂസിയത്തിലുള്ളത് പെണ്ണുങ്ങളുടെ ആഭരണങ്ങളാണ്, നെക്ലസും മറ്റതും മറച്ചതും ഒക്കെയാണ് ഉള്ളത്, മാലയും കമ്മലും ഒക്കെ. അടുത്ത് ഇതിനകത്ത് വരുന്ന ഒരു സിംഹാസനമുണ്ട്, ഒരു മെയിൻ ഒരു സിംഹാസനമുണ്ട്. ഈ സിംഹാസനം ആരാണ് എടുക്കാൻ പോകുന്നത്? 2 പേർക്ക് 2 സിംഹാസനം വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ മെയിൻ ഒരു സിംഹാസനം ആരാണ് എടുക്കാൻ പോകുന്നത്? ഈ സിംഹാസനം എടുക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനഞ്ഞ് ഓപ്പോസിറ്റ് ടീമിന്റെ കയ്യിലുള്ള മ്യൂസിയത്തിൽ നിന്നുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ടാസ്കുകൾ തരും. അതുവരെ നിങ്ങൾ ഈ നാടിനെയും ഈ നാട്ടിലുള്ള ആൾക്കാരെയും അവരുടെ പ്രശ്നങ്ങളൊക്കെ നോക്കി നടത്താൻ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം സ്പൈ ആരാണെന്നുള്ളത് എന്ന് പറയുകയാണ്. എന്നിട്ട് രാജാവിന്റെ പ്രജകൾ, രാജാവ് എന്ന് പറയുന്നത് ബോയ്സ് ടീമാണ്. അപ്പോൾ ഞാൻ ബോയ്സ് ടീമിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ രാജാവിന്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രജകൾ മുത്തു, ആനന്ദി, ശിവ, രഞ്ജിത്ത്, അരുൺ. ആനന്ദി ബോയ്സ് ടീം ആയതുകൊണ്ടാണ്. അപ്പൊ മുത്തു, ആനന്ദി, ശിവ, രഞ്ജിത്ത്, അരുൺ ഇവർ ബോയ്സ് ടീമിന്റെ പ്രജകളാണ്, രാജാവിന്റെ പ്രജകളാണ്. അടുത്ത റാണിയുടെ പ്രജകൾ, തൊട്ടപ്പുറത്തെ രാജ്യത്തിലെ റാണിയാണല്ലോ. അപ്പൊ റാണിയുടെ പ്രജകൾ അൻഷിത, സത്യ, വർഷിണി, ജാക്ലിൻ. റാണിക്ക് 4 പ്രജയേ ഉള്ളൂ, അതേസമയം രാജാവിനാണെങ്കിൽ 5 പ്രജയുണ്ട്. ഇനി ആണുങ്ങളുടെ പണി ചെയ്യുന്ന ആള്, രാജാവിന്റെ പണി ചെയ്യുന്ന ആള് ജഫ്രിയാണ്. രാജാവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഈ പറയുന്ന ജഫ്രിയാണ്. അതേസമയം റാണിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് സൗന്ദര്യയാണ്, ഗേൾസിൻ്റെ നിന്നും സൗന്ദര്യ. അടുത്ത് രാജാവ് ഒരു രാജ്യത്തിൻ്റെയും റാണി മറ്റൊരു രാജ്യത്തിൻ്റെയാണ് കേട്ടോ. അല്ലാതെ ഒരു രാജ്യത്തെ രാജാവിന് ഒരു പടത്തലവനും ആ രാജ്യത്തെ തന്നെ റാണിക്കല്ല. രാജാവ് അടങ്ങുന്ന ഒരെണ്ണം ഒരു രാജ്യവും, റാണിയുള്ളത് മറ്റൊരു രാജ്യമാണ് കേട്ടോ. അപ്പം അടുത്ത് രാജഗുരു, രാജാവിൻ്റെ രാജഗുരു റയാനാണ്. റാണിയുടെ രാജമാത പവിത്രയാണ്. രാജാവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് വിശാലാണ്. റാണിയുടെ ഫുഡ് കാര്യങ്ങൾ നോക്കേണ്ടത് തർഷികയാണ്. അത് മനഃപൂർവ്വം ബിഗ് ബോസ് ആണത് കൊടുത്തത്. അപ്പോൾ വിശാലും തർഷികയും അത് വീണ്ടും ഒരു കോംബോ അവർ നോക്കി. അടുത്ത് പടത്തലവൻ എന്ന് പറയുന്നത് ദീപക്കാണ്. പടത്തലവത്തി എന്ന് പറയുന്നത് മഞ്ജരിയാണ്. രാജാവ് റാണവും റാണി സാചനയുമാണ്.
അങ്ങനെയാണ് അവർ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇൻട്രസ്റ്റ് ആക്കും എന്നെനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനുശേഷം മഞ്ജരിയോട് ക്യാപ്റ്റൻസി നല്ലതുപോലെ നോക്കണമെന്ന് പറയാണ്. അതിനുശേഷമാണ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, എന്ത് പേര് നമ്മുടെ രാജ്യത്തിന് ഇടും എന്നുള്ള കാര്യം ആണുങ്ങളുടെ ടീം ഡിസ്കസ് ചെയ്യുന്നു. അപ്പം രഞ്ജിത്ത് അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ അങ്ങനെ കൂട്ട അലപ്പാണ്. അപ്പം രഞ്ജിത്ത് പിരിഞ്ഞു പോകുന്നു. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്ത് പേരിടുന്നു എന്നുള്ളതല്ല, നല്ല എന്തെങ്കിലും കാര്യം വേണം ഇടാൻ, എല്ലാ ഡിസിഷനിലും ഒരുമിച്ച് തന്നെ നിൽക്കണം എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ബോയ്സ് ടീമിൽ അവർ തീരുമാനിക്കുന്നത് ആരെ നമുക്ക് ചാരനാക്കണം, പ്രജകളിൽ ഒരാളെ ചാരനാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഗേൾസ് ടീമിൽ നിന്നും പ്രജകളായിട്ടുള്ളത് അൻഷിത, സത്യ, വർഷിണി, ജാക്കലിൻ. അപ്പം അതിനകത്ത് നിന്ന് അൻഷിതയാക്കിയാലോ, അവൾ നമ്മുടെ കൂടെ നിന്നവളല്ലേ, വേണ്ട, ജാക്കലിൻ മതി, സൂപ്പർ ആയിരിക്കും, കണ്ടുപിടിക്കത്തില്ല എന്നുള്ള ലെവലിൽ ഇവർ സംസാരിക്കുകയാണ് ബോയ്സ് ടീം. എന്നിട്ട് പിന്നീട് അരുണും റയാനും ജാക്കലിനോട് നീയാണ് നമ്മുടെ ചാരനായിട്ട് ഓപ്പോസിറ്റ് ടീമിൽ നിൽക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് ബോയ്സ് ടീമിനകത്ത് നിന്നും ഇത് റയാനാണ് രാജഗുരു. അപ്പോൾ റയാൻ വന്നിട്ട് മുത്തുവും ദീപക്കും ഇരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് മുത്തു സ്പൈ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലെ 4-5 പ്രജകളുണ്ട്, മുത്തുണ്ട്, ആനന്ദിയുണ്ട്, ശിവയുണ്ട്, രഞ്ജിത്തുണ്ട്, അരുണുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ആരായിരിക്കും സ്പൈ ആയിട്ട് മാറാൻ പോകുന്നത്, അവർ നന്നായിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമോ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നമുക്ക് വേണ്ടി അപ്പം ഇവിടെ ഒരാൾ ഒറ്റുകാരൻ ഉണ്ടാകും. അപ്പം നമ്മളിനി അതെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം ചോദിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ എന്നിട്ട് എന്തോ ഒരു ഡയലോഗ് പറയുന്നു തമിഴിൽ, എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ മുത്ത് പറയണം സത്യമായിട്ട് ഞാൻ എന്താ സ്പൈ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യമേ ചെയ്യുള്ളൂ, ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയേ പ്രവർത്തിക്കുള്ളൂ. അതിനിടയിൽ എന്തോ ഒരു ഡയലോഗ് തമിഴിൽ പറയുന്നുണ്ട്. എനിക്കത് ഞാൻ 2-3 തവണ കേട്ടൊക്കെ എനിക്ക് മനസ്സിലായില്ല. ചില തമിഴ് വേർഡ് എനിക്ക് കട്ടിയുള്ള സാധനങ്ങൾ എനിക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം രാജകുടുംബം ആയതുകൊണ്ട് അവർ രാജഭാഷയാണ് സംസാരിക്കുന്നത്. ഒരുമാതിരി രാജകുടുംബത്തിൻ്റെ ഭാഷയുണ്ടല്ലോ, നാം അവിടേക്ക് വരുവാനുള്ള ആഗതമായിരിക്കുന്നു, അങ്ങനെയുള്ള സംസാരം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ തമിഴ് എനിക്ക് അറിയില്ല, എനിക്ക് നോർമൽ തമിഴ് എനിക്ക് അറിയാവും, ഈ രാജകുടുംബത്തിലെ തമിഴൊന്നും എനിക്കറിയില്ല. അപ്പം ഇത്രയാണ് ഇന്നത്തെ മെയിൻ എപ്പിസോഡിൽ നടന്നത്. ഇനി നമുക്ക് നാളെ പാക്കലാം, എണ്ണമോ ഏതും തെരിയല. നാളെ എപ്പിസോഡുമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.